വൃശ്ചികം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. വ്യാഴത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കടൻ രാശിയിലേക്ക് മാറിയിട്ട് 10-20 ദിവസമായി. ഞാനിപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തുലാം രാശി വരെയാണ്. ഇനി ഇന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഫലമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യാഴത്തിന് ഏറ്റവും അനുകൂലമായ സ്ഥലമായിട്ട് പറയുന്നു 9ാം ഭാവം. ഒപ്പം അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും കൂടി ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് അനുഭവത്തിൽ വരും. ജാതകത്തിലും കൂടി വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് വളരെ കൂടുതൽ ഫലാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരം വ്യക്തികൾക്ക് എന്തായാലും ഈ ഒരു വർഷത്തിനുള്ളിൽ ചില അടയാളങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും വ്യാഴം. കാരണം അത്രമാത്രം ഗുണഫലമാണ് 9ൽ നിൽക്കുന്ന വ്യാഴത്തെക്കുറിച്ച് പറയുന്നത്. സ്ത്രീജാതകത്തിലും മറ്റൊക്കെ ചിന്തിക്കുമ്പോൾ 9ൽ വ്യാഴമുള്ള സ്ത്രീക്ക് വൈദവ്യം ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ട്. ഒരു എന്താണ് പറയുക, പ്രത്യേകതമായ ദൈവാനുഗ്രഹത്താൽ അവരെന്നും ഇങ്ങനെ മേലെ നിൽക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും അത് ഫലിക്കണമെന്നില്ല. അത് മറ്റ് പല ഘടകങ്ങളും കൂടി യോജിച്ച് വരുമ്പോൾ ആ ഫലം അവർക്ക് ലഭിക്കുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം പിഴച്ചിട്ട് വ്യാഴം മാത്രം നിന്നതിനെ കൊണ്ടും ശരിയാവില്ലല്ലോ. അപ്പോൾ വ്യാഴം എന്തായാലും 9ൽ നിൽക്കുന്നത് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ നല്ലത് തന്നെ. സ്ത്രീകൾക്ക് കുറേയും കൂടി ഉത്തമത്തിൽ ഉള്ള ഫലങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചാരവശാലുള്ള ഫലങ്ങളാണ് പെണ്ണ് എന്നൊന്നുമില്ല. എല്ലാവർക്കും ഈ ഫലം അനുഭവത്തിൽ വരും. അതുകൊണ്ട് വൃശ്ചികം, അതായത് വിശാഖത്തിൻ്റെ കാൽഭാഗം, പിന്നെ അനിഴം, തൃക്കേട്ട, ഈ 2.25 നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിയിൽ അല്ലെങ്കിൽ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അവർക്ക് ചില പോസിറ്റീവായ ഫലങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഫലങ്ങളത് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ, ഒപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ പുതിയ തൊഴിലിലെ മാറ്റം, നല്ല നിലയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധി, ഐശ്വര്യം, അത് അനുഭവത്തിൽ വരും. ഇങ്ങനെ ഈ പലതരത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. കാരണം ഗ്രഹസഞ്ചാരം കൊണ്ട് ഈ
ദശാഫലങ്ങൾ പോസിറ്റീവായിട്ട് അനുഭവിക്കുന്നവർക്കത് കൂടുതലായിട്ട് അതിനെ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദശാഫലവും പൂർണ്ണമായിട്ടും വിരുദ്ധമായി നിൽക്കുന്നവർക്ക് ചെറിയ ഗുണങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ദശയും അപഹാരവും വളരെ നല്ല നിലയിലാണെങ്കിൽ ആ സമയത്താണ് ഇത്തരം ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ കൊണ്ട് മനുഷ്യർക്ക് നേട്ടങ്ങൾ വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെയല്ലാതെ പിന്നെ ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ ചിലർ പരാതിപ്പെടാറുണ്ടല്ലോ ഒരു ഫലവും അനുഭവത്തിലില്ല എന്ന്. അപ്പോൾ അത് അങ്ങനെ പറയാറുണ്ട് എന്നോട്. അപ്പോൾ അന്നേരം ജാതകം പരിശോധിക്കുമ്പോൾ വളരെ വളരെ മോശപ്പെട്ട ദശയൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ വേണ്ടത്ര അതിൻ്റെ ഗുണഫലം കിട്ടാതെ വരുന്നു. ഇനി അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല ദശയും അപഹാരവും നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് തന്നെ പറയാം, 9-ൽ വൃശ്ചികക്കൂറുകാർ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ ഫലം അവർ നല്ല നിലയിൽ തന്നെ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇനി പറയേണ്ടത് ഈ എന്താണ്, മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം ധനുക്കൂറുകാരെ കൊണ്ടാണ്. ഒരു കോൾ ഉണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ. ആ, കുറച്ച് വോളിയം കുറക്കും. കുറച്ച് ഒന്നും കേൾക്കുന്നില്ല, കുറച്ച് വോളിയം കുറക്കൂ. എന്തോ എന്താണ് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1961 ജനുവരി 15. 1961 ജനുവരി 15. ഓക്കെ. രാത്രി 10:35. രാത്രി. ആ. പൂരാടം. നഷ്ടം നിങ്ങൾ തന്നെയാണോ? അതെ അതെ അതെ. എന്താണ് അറിയേണ്ട വിഷയം? അല്ല, എങ്ങനെയല്ല സമയം എന്തല്ല, എങ്ങനെയല്ല സമയം എന്താണ്? ഇപ്പം പ്രായം 65 വയസ്സായി. ഇപ്പം വ്യാഴദശയാണ് നിങ്ങൾക്ക് നടക്കുന്നത്. മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം, ധനുരാശിയിൽ കേസരി യോഗപ്രദനായി നിൽക്കുന്ന വ്യാഴം, ദശയൊന്നും മോശമൊന്നുമില്ല, നല്ല ദശ തന്നെയാണ്. എന്താണ് അങ്ങനെ ഒരു ഒന്നും പ്രത്യേകിച്ച് അല്ല, ഒന്നും ഇല്ലല്ലോ, ഒരു ദോഷവും ഇല്ലല്ലോ. പിന്നെ ദോഷമില്ല, കാരണം ഇന്നുവരെ ജീവിതത്തിൽ വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുണ്ടല്ലോ, രസമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതെ, അത് വ്യാഴത്തിന്റെ ശക്തിയാണല്ലോ. അത് വ്യാഴം വ്യാഴത്തിന്റെ ശക്തിയാണ്. വ്യാഴം പിന്നെ ബാക്കി ബുധന്റെതും എല്ലാം തന്നെയല്ലേ. അല്ല, ബുധനും 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഗ്രഹസ്ഥിതി 10-ൽ ചൊവ്വ നിൽക്കുന്നു. നിങ്ങളുടെ ഗ്രഹസ്ഥിതി മൊത്തത്തിൽ അനുകൂലമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം നേടിയെടുക്കുന്നവൻ്റെ ജാതകം തന്നെയാണ്. നിങ്ങളത് നേടിയെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടതും. അല്ല, 60 വയസ്സ് കഴിഞ്ഞാലാണ് ജീവിത വിജയത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുക. അതെ അതെ. അല്ല, അങ്ങനെയല്ല, 60 വയസ്സ്. അതെ, അതിനുശേഷം ഇനിയും 16 കൊല്ലം ഈ വ്യാഴം നിങ്ങളെ വ്യാഴമുണ്ട്. അപ്പൊ മരണശനിയല്ലേ ഉണ്ടാവും അല്ലേ? അത് സംശയമൊന്നുമില്ല. അത് പിന്നെ ആർക്കാണ് പറയാൻ കഴിയുക? അല്ല, ശനി എന്തായാലും കടക്കില്ല. അല്ല, വേറെ ഒരു ഇതുണ്ട്. ശനിയിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്നിട്ടായിരിക്കും നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ അല്ല, 76, 85 ആയില്ലേ അപ്പോഴേക്ക് തന്നെ?
അല്ല ഇപ്പം തന്നെ ഈ ഏകദേശം നമുക്ക് ഏകദേശം 1 വയസ്സിന്റെ വ്യത്യാസം വരൂല്ലേ? അപ്പൊ ഇങ്ങക്ക് പിന്നെ 95 കടന്ന് പോണോന്ന് ആഗ്രഹമുണ്ടോ? അത് കുറച്ച് അത് കടന്ന കയ്യല്ലേ, അത് കടന്ന കയ്യായി പോവും, അത്ര വേണ്ട കേട്ടോ. കാരണം ഈ ജ്യോതിഷം കറക്റ്റ് ആണെന്നുള്ളത് എന്റെ ജാതകം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി, അതാ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ ജാതകം വളരെ കറക്റ്റായ ജാതകം തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്ത മനുഷ്യനാണ്. ഇതുവരെ ഇന്നുവരെ ഒരു പ്രയാസമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നടന്നുപോയി. ഇപ്പൊ വ്യാഴാഴ്ചയില് മക്കളും നല്ല ഉത്സാഹമായി, എല്ലാം നല്ല. അതെ അതെ. അപ്പോ ഞാനാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നു, റിട്ടയർ ചെയ്ത്. അതെ, റിട്ടയർ ചെയ്തു. ഇപ്പോഴും നല്ല പൊസിഷനിൽ റിട്ടയർ ചെയ്തു. അതെ, ഇപ്പോഴും ഭേദപ്പെട്ട ഒരു പൈസ വരുമാനമുണ്ട്, ഒരു ഭേദപ്പെട്ട തൊഴിൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതെ, അതുമുണ്ട്. ഒരു ഒന്നിലും കുറവില്ല, എല്ലാം ഇതേപോലെ തന്നെ പോകും. അപ്പോൾ ആത്മവിശ്വാസം നിങ്ങളുടെ ശബ്ദത്തിൽ പോലും ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. നമുക്ക് ഏറ്റവും ആവശ്യമാണ് വിശ്വാസമാണ്. കാരണം നമ്മൾ എന്തും നേടുന്നുള്ള ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതെ കാര്യങ്ങളൊന്നും നടക്കില്ല. കറക്റ്റ്. അപ്പോൾ അത് നിങ്ങൾക്കും ഏതാണ്ട് സീനിയർ മാൻ്റെ എല്ലാ ഗുണങ്ങളും, അതായത് മൂത്ത് പഴുത്ത ചക്കയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഗുണം ചെയ്യും, നാട്ടുകാർക്കും ഗുണം ചെയ്യും. നിങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കണം. ഓ ഇതില് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സംഭവം ഞാൻ മന്നത്ത് രാജീവനാണ്. എങ്ങനെ? മന്നത്ത് രാജീവൻ എന്ന് പറഞ്ഞ ജ്യോത്സ്യനാണ്. ഓ ശരി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോ. അപ്പൊ വളരെ കറക്റ്റാ, വളരെ കറക്റ്റാ. സ്ഥിരമായിട്ട് നിങ്ങൾ പരിപാടി കാണുന്നുണ്ട്, സ്ഥിരം എല്ലാ ഞായറാഴ്ചയും 9 മണിക്ക് കാണും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപദേശിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇപ്പൊ ആ വകുപ്പിലും കുറച്ച് ജ്യോതിഷ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അല്ല വ്യാഴദശയിൽ തീർച്ചയായിട്ടും വ്യാഴദശയിൽ ഈ ജ്യോതിഷ മേഖലയിൽ നന്നായി ശോഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ അതെ. പക്ഷെ ആ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട്, അത് മറന്നുപോകും. പക്ഷെ അതൊന്നും ഇനി ബാധിക്കില്ല. അതൊന്നും കേന്ദ്രാധിപത്യ ദോഷത്തിന്റെ ഒന്നും ഇനി ബാധിക്കില്ല. അത് സന്താന വിഷയത്തിലും മറ്റൊക്കെയാണ്. അതൊന്നും ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല, ഉപാസന ശക്തിപ്പെടുത്തുന്നതും ഈ സമയത്ത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കും രാവിലെ. അത് 1 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. പക്ഷേ പിന്നെ എല്ലാ ദൈവങ്ങളിലും ദേവി കാളിമന്ത്രമുണ്ട്, കാളിമന്ത്രം മൂലമന്ത്രം ജപിക്കലുമുണ്ട്. അല്ല, അത് ഗുരുപദേശ പ്രകാരം തന്നെ മേടിച്ച് ജപിക്കണം. ഞാൻ പാരമ്പര്യമായിട്ട് നമ്മള് ഈ കണിശ സമുദായത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് നമ്മള് മിക്കവാറും നമ്മള് ബന്ധപ്പെടുന്നോട്ട് കംപ്ലീറ്റ് ജ്യോത്സ്യന്മാരും ഗുരുക്കളുമാണ്. അപ്പൊ ശരി. അപ്പൊ നമ്മള് അതെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിന്നെ ഇതിൽ കുടുംബക്ഷേത്രം ഇല്ല. നമ്മൾ പണ്ട് തറവാട്ടിലൊന്നല്ല, നമ്മളെ സമുദായത്തിൽ അങ്ങനെ കുടുംബക്ഷേത്രം ഉണ്ടാവില്ല. നമ്മൾ സുബ്രഹ്മണ്യനാണ് നമ്മളെ പ്രാർത്ഥന. സുബ്രഹ്മണ്യൻ ആദ്യത്തെ ജ്യോതിഷിയല്ലേ? അതെ, അത് ബ്രഹ്മാവിന്റെ അടുത്ത് പഠിച്ചാളെ, ബ്രഹ്മാവിന്റെ അടുത്ത് ജ്യോതിഷം പഠിച്ചാളെ ഇയാള്. നമ്മൾ ഈ ഹോര എഴുതിയത് ബ്രഹ്മാവാ. ശരിക്കും എഴുതുന്നത് വരാഹമിഹിരനല്ല, ബ്രഹ്മാവില്ല. ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തിട്ട് വരാഹമിഹിരൻ എഴുതിയതാണ്. 3 തലമുറയ്ക്ക് ശേഷം 5000 ബ്രഹ്മാവ് ജീവിച്ചിട്ടുണ്ട്. 5000 മുഴുവൻ സൃഷ്ടി നടത്തിയത്. ഇതിപ്പോ നിങ്ങൾ നോക്കിയെന്ന പോലെയാണല്ലോ പറയുന്നത്. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് എന്റെ പരിപാടി എങ്ങനെയുണ്ട്, ഇവിടെ നടത്തുന്ന പരിപാടി ഏകദേശം ഞാൻ ഇപ്പൊ ഒന്നല്ലേ അത്ര. ഞാൻ ഒരു ദിവസം ഒന്ന് മുമ്പേടുത്ത് വന്നിട്ടുമുണ്ട്. പണ്ട് അവിടെ താമസിക്കുന്നോ, നമ്മളെ പിന്നെ മസൂൻ ഡോക്ടർ വീട്ടിന്റെ അടുത്തുള്ള അവിടെ താമസിക്കുന്ന സമയമുണ്ടല്ലോ. ഓ ശരി. ഓക്കെ. അതാന്റെ പേരോടില്ലേ, ആ സമയത്ത് ഞാൻ ഒരു ദിവസം വന്നിട്ടുണ്ട്. ശരി. വിളിച്ചതിൽ സന്തോഷം, നന്ദി. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ
ഞാൻ ഇപ്പോൾ പറഞ്ഞത് വിളിച്ചത് ജ്യോതിഷിയാണ്. അപ്പോൾ ജ്യോതിഷി അദ്ദേഹം ഒരു ജ്യോതിഷിയാണല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ പരിപാടി പല ജ്യോതിഷികളും കാണുന്നുണ്ട് എന്ന്. അത് എത്രമാത്രം സത്യമായി എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. ഞാനൊന്നും മനസ്സിലാക്കാതെ പറയില്ല. അദ്ദേഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു ജ്യോതിഷത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ അംഗീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഏതൊരാൾക്കും അത്തരം ആളുകളുടെ അംഗീകാരമാണ് വേണ്ടത്. അദ്ദേഹവും ജ്യോതിഷം പഠിച്ചവനാണ്, പാരമ്പര്യക്കാരനാണ്, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങളെ പരിപാടി ഗംഭീരമെന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഉയർന്ന മനസ്ഥിതിയും വേണം. അത് അദ്ദേഹത്തിൻ്റെ 4 വ്യാഴത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് കഴിയുന്നത്. എല്ലാവർക്കും കഴിയില്ല മറ്റുള്ളവരെ അംഗീകരിക്കാൻ. അത് 4 വ്യാഴം സഹായിക്കും. അത്തരം ഹൃദയശുദ്ധി എന്ന് പറയും. ഹൃദയശുദ്ധി ഉള്ളവർക്ക് അപരൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഇത്തിരി നന്മ വേണം. എക്സ് ഓർ വൈ, അതില്ലാത്തത് അപരത്വം എന്ന് പറയും. ആ അപരത്വമില്ലായ്മയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നവും ലോകത്തിൻ്റെ. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവേ സമൂഹത്തിന് അത് കുറഞ്ഞു വരുന്നു. അതിപ്പോഴത്തെ വേറൊരു അതിശയകരമായൊരു മാറ്റവും നമ്മളെ ആൽഫ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾക്ക് ഉണ്ടെന്ന് പറയുന്നു. അവർ തീർത്തും മൊബൈലിലേക്ക് ഒതുങ്ങി എന്തൊക്കെയോ തരത്തിലുള്ള, ഇപ്പം മിനിഞ്ഞാന്ന് കേട്ട ഒരു സംഭവം നിങ്ങളെല്ലാവരും കേട്ടില്ല. താമരശ്ശേരിയിൽ നിന്ന് 17, 15, 15 ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും കൂടി ടെൻറ്റ് കെട്ടി താമസിക്കാൻ പോവുകയാണ് വയനാട് കാടുകളിൽ. എവിടുത്തേക്കാണ്? നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ എവിടുത്തേക്കാണ് കുട്ടികളുടെ ലോകം മാറി വരുന്നത്? ഇതൊക്കെ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മൊബൈൽ വിറ്റിട്ടാണ് പൈസ കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യം മൊബൈൽ വിൽക്കുന്നു, പിന്നെ ടെൻ്റ് അടിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ യൂട്യൂബ് കയറി നോക്കി പഠിക്കുന്നു. എവിടെ പോയാലാണ്, എങ്ങനെയാണ്, എന്താണ് ലോകത്ത് വരുന്ന ജെൻസി കഴിഞ്ഞിട്ട് പിന്നെ വന്ന 2Kയും കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള കുട്ടികളെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരെങ്ങോട്ടേക്കാണ് അവരുടെ യാത്ര? പല കുട്ടികളും മറ്റുള്ളവരോട് സംസാരിക്കാറേയില്ല. അത് വളരെ വളരെ അപകടകരമായൊരവസ്ഥയാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ്. സാമൂഹ്യ ജീവിയാണ്. സാമൂഹികമായ ബന്ധങ്ങൾ നിശ്ചയമായിട്ടും ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെയാണ് ആർജിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ കുട്ടിപ്രായത്തിലാണ്. നമ്മളെ ആരെങ്കിലും എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ +2 മുമ്പേ പഠിച്ചവരായിരിക്കും, അല്ലെ PDഗ്രിക്ക് മുമ്പേ പഠിച്ചവരായിരിക്കും. അവരെത്ര പ്രായം കഴിഞ്ഞാലും എന്നെ ഇപ്പോഴും 4 പേരുണ്ട് എനിക്ക് എന്നെ എടാന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വിളിക്കാൻ കഴിയില്ല അങ്ങനെ. അതിൻ്റെ കാരണം ഏതാണ്ടൊരു 30 വയസ്സിന് ശേഷം വരുന്ന ബന്ധങ്ങൾ പിന്നെ അത്ര ഇഴയെടുപ്പം കിട്ടില്ല. ഏത് പ്രായത്തിലും ബന്ധങ്ങൾ കിട്ടും. പിന്നെ 40-50 എത്തുമ്പം പിന്നെ തീരെ അത് ഹലോ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, ഒഫീഷ്യലാണ് ആ ബന്ധങ്ങൾ. പക്ഷെ കുട്ടിക്കാലത്തുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളാണ് ഇന്ന് പല കുട്ടികളും മിസ് ചെയ്യുന്നത്. ക്ലാസ്സിലുള്ള കുട്ടികളായിട്ട് പോലും ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ അവസ്ഥയെ അവർ
അഭിമുഖീകരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിന്നാണ്. കണ്ണൂർ. പറയൂ. 2/2/2009 മോൻ്റെത് അറിയാന്. 2/2/2009. സമയം പറയൂ. സമയം രാവിലെ 9:30. അശ്വതി നക്ഷത്രം. അതെ. 17 വയസ്സാണ് പ്രായം. ഇപ്പോൾ ശുക്രദശയാണ് നടക്കുന്നത്. 22 വയസ്സ് വരെ ശുക്രനുണ്ട്. ശുക്രൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണ് ഇപ്പോൾ. അത് 27 മൂന്നാം മാസം വരെ ഉണ്ട്. 27 മൂന്നാം മാസം വരെ. അപ്പൊ ഓന് ഇത് കമ്പ്യൂട്ടർ സയൻസ് ഇപ്പം +2 കഴിഞ്ഞിട്ട് എടുക്കാൻ താല്പര്യം. അത് ഇതാണ് പഠിച്ചാൽ അങ്ങനെ ജോലി ആവും. അല്ല, ആ 10ൽ ബുധൻ നിൽക്കുന്ന ജാതകമാണ്. നിശ്ചയമായിട്ട് കമ്പ്യൂട്ടറൊക്കെ പറ്റും. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ജാതകത്തിൽ പിന്നെ നീചഭംഗ രാജയോഗമുള്ളവനാണ്. അത് പഠിച്ചിട്ട് അങ്ങനെ മിലിറ്ററി ഇതിൽ നോക്കേണ്ട ഒരു മനസ്സാണുള്ളത്. അങ്ങനെ കിട്ടുമോ? അങ്ങനെ അല്ല, അതൊക്കെ ശുക്രദശയല്ലേ. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും ശുക്രൻ ബലവാനായ ശുക്രനാണ്. മാളവിയോഗപ്രദനാണ് ശുക്രൻ. അതിലിപ്പോൾ ശനിയുടെ അപഹാരം ഇനി ഏതാണ്ട് 9 മാസം കൂടിയുണ്ട്. അതിനുശേഷം ബുധൻ്റെ അപഹാരമാണ്. ആ സമയത്ത് ഇവന് നിശ്ചയമായിട്ട് ഇവൻ്റെ ജീവിതത്തിൽ ബ്രേക്ക് ഉണ്ടാവും. അത് നല്ല തരത്തിലുള്ള ബ്രേക്കായിരിക്കും. അത് ആരോഗ്യപരമായിട്ട് എന്തോന്നു. അതിപ്പം എന്താ, ഭക്ഷണം ഒന്നും മര്യാദ കഴിക്കുന്നില്ലേ? പിന്നെന്താണ് ആരോഗ്യത്തിന്? ഞാനിവിടെ ഒന്നും കുഴപ്പം കാണുന്നില്ല. സുന്ദരനുമാണല്ലോ ആള്. എന്താണ് കുഴപ്പം? ഞാനൊന്നും കാണുന്നില്ല. നിങ്ങളെ കുടുംബത്തിലൊരു എത്തും. നിങ്ങളെ കുടുംബത്തിലൊരു ദേവീ ബന്ധമോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതിനെ അവിടെ ഗുളികനുണ്ടോ? അതിനെയൊക്കെ പോയിട്ട് കൃത്യമായിട്ട് കാണാനും പിടിക്കാനും ഒക്കെ പറയണം. ചെറിയ കുട്ടികളാകുമ്പോ അതൊക്കെ അവനിപ്പം കേൾക്കുന്നുണ്ടോ ഈ പരിപാടി? അപ്പോൾ അവനെ ഒന്ന് യൂട്യൂബ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ഇങ്ങനെ പറയും, ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ള. ചിലപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തട്ടിയേക്കാം. അത് പോകുന്നത് ഇവൻ്റെ ഗുണത്തിന് കൂടുതൽ ഉയർച്ചയ്ക്ക് കാരണമാവും. അത് കാരണം നീചഭംഗ രാജയോഗമാണ്. ഏത് ലെവലിലാണ് എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ദേവിയുടെ സഹായമില്ലാതെ എവിടെയും എത്താനും ആവില്ല. അല്ല, ദേവീന്റെ സഹായം ഉണ്ടാവും നമുക്ക്. നമ്മളങ്ങനെ ദേവീനെ പരിപാലിക്കുന്നതാണ്. നിങ്ങൾ പരിപാലിക്കുന്നു, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ വ്യക്തി തന്നെ പോയാലാണ് ആ വ്യക്തിക്ക് കൂടുതൽ ഐശ്വര്യം കൊടുക്കുക. ചെറിയ പ്രായത്തില് ദിവസവും ആർത്തിനിപ്പോ പോകാനുള്ള ഒരു മടി. അത് ശരി. അതിന് പകരമായിട്ട് ഞാൻ പോയിട്ടെല്ലാം പറയൂ. പിന്നെ ഇവന് വ്യാഴം നീചത്തിലാണ്. അതുകൊണ്ട് പുഷ്യരാഗ രത്നം മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അത് പിന്നെ ഭാവിയിൽ അത് എപ്പോഴും അത് ഗുണം ചെയ്യും. ആ രത്നം ഉപയോഗിക്കുന്നത് പുഷ്യരാഗം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അത് മേടിച്ചു കൊടുക്കണം. ഏതായാലും പിന്നെ വളരെ ശോഭനമായ ഭാവിയുള്ള കുട്ടിയാണ്. നിങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകട്ടെ. അവന് ഈ പറഞ്ഞ ശനിയുടെ അപഹാരം കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അവന് എന്തൊക്കെയോ ചില മാറ്റങ്ങളും നല്ല നിലയിലുള്ള ഗുണങ്ങളും വരും. നിങ്ങളുടെ കുലപരിദേവത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ ജ്യോതിഷത്തിൽ ഉള്ള ഇത്തരം ഫലങ്ങൾ പൂർത്തീകരണം വരണമെങ്കിൽ അതിൻ്റെതായ പൊലിമ ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ചിട്ടും ധർമ്മദൈവം അല്ലെ കുലദേവത ഇതൊക്കെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഷ്ടദേവത, കുലദേവത, ധർമ്മദേവത, അങ്ങനെ ധർമ്മദൈവം പ്രസാദിച്ച് കിളിർപ്പൂ തറവാടുകൾ എന്തു ചെയ്തിത് മുമ്പുള്ളോർ കണ്ടറിഞ്ഞത് ചെയ്യുക. അതാണ് പ്രമാണം. ഭാഷാ ശ്ലോകമാണ്. അതായത് നമ്മളെ പരമ്പരയാ ആരാധിച്ച് വന്നിരിക്കുന്ന നമ്മളെ കുടുംബാംഗങ്ങൾ ആ ദേവതയെ ആരാധിക്കുക തന്നെ വേണം. എന്തു ചെയ്തത് മുമ്പുള്ളോർ അവരെന്താണ് ചെയ്തത് കണ്ടറിഞ്ഞത് ചെയ്യുക. എങ്കിൽ മാത്രമേ കിളിർത്ത് വരുള്ളൂ.
അല്ലെ പട്ടുപോകും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മനസ്സിലാക്കാത്തവർ അന്ധകാരത്തിൽ തപ്പിത്തടയും, യാതൊരു സംശയവുമില്ല. അതുണ്ടെങ്കിൽ മാത്രമാണ്. അതില്ല എന്ന് നേരത്തെ വിളിച്ച് ജ്യോതിഷി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ട് ഒരു സുബ്രഹ്മണ്യനെ മാത്രം, അങ്ങനെ ഒരു കുലപരദേവതയായിട്ടില്ല, സുബ്രഹ്മണ്യനാണ് അവരുടെ. അത് അങ്ങനെയുള്ളവർക്ക് അത് തന്നെയാണ് ധർമ്മദൈവം, അവരുടെ ധർമ്മദൈവം. അപ്പോൾ അവരുടെ പാരമ്പര്യമായിട്ട് ആരോ തുടങ്ങി വെച്ചതായിരിക്കാം. കണിശ ഗണക സമുദായത്തിൽപ്പെട്ടവർക്ക് അവർ പാരമ്പര്യക്കാരാണല്ലോ, അവർക്ക് അവരുടെ ആരോ മുത്തച്ഛന്മാരാലോ അങ്ങനെ തുടങ്ങി വെച്ച് കാണും. അപ്പോൾ അത് തന്നെയാണ്, അവരൊക്കെ അതിനെ ആരാധിച്ചാൽ മതി. പ്രത്യേകിച്ചിട്ടും സുബ്രഹ്മണ്യൻ കേരളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ദൈവമല്ലേ, നമ്മളെ പഴനി സുബ്രഹ്മണ്യൻ. നോട്ടം കേരളത്തിലേക്കല്ലേ. തമിഴ്നാട്ടിൽ ഇരിക്കുന്ന സുബ്രഹ്മണ്യനും കർണാടകത്തിലിരിക്കുന്ന മൂകാംബികയും നമ്മളെ മലയാളികളുടെ ദൈവങ്ങളാണ്. സംശയമൊന്നും ആരും വിചാരിക്കേണ്ട. അവർ നാട് വിട്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ? വർഷ. പേരൊന്നും പറയണ്ട, പറയൂ, ഡേറ്റ് പറയൂ. 28/7/1986. സമയം 10:40 രാത്രി. പോണ്ടിച്ചേരി. ജനിച്ച സ്ഥലം. ശരി. ഇതാരാണ് നിങ്ങളുടെ? അമ്മ, എൻ്റെ മകളാണ്. ശരി. ഇപ്പം നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇപ്പോൾ കണ്ണൂരിനാണ് വിളിക്കുന്നത്. ശരി, ഓക്കെ. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട കാര്യം? മോളെ കാരിയർ, ജോലി പറ്റിയിട്ട് അറിയണമായിരുന്നു. ജോലി അവളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അല്ല, അതില് പ്രോഗ്രസ് ഉണ്ടാവോ? ഓ, പ്രോഗ്രസ് ഉണ്ടല്ലോ. ഓപ്പർച്യൂണിറ്റി. ഓ, ഉണ്ടല്ലോ, പ്രോഗ്രസ് ഉണ്ട്. സംശയമൊന്നുമില്ല. 10ാം ഭാവത്തിൽ 9ാം ഭാവാധിപനായ ചൊവ്വ നിൽക്കുകയാണ്. അത് തൊഴിൽപരമായിട്ടുള്ള പ്രോഗ്രസിനെ കാണിക്കുന്നു. പക്ഷെ 10ാം ഭാവാധിപൻ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കണം. ജാതകപ്രകാരം ദേവിയെയും ആരാധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അല്ല, ഇന്ത്യയിൽ തന്നെ നിൽക്കുമോ, പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുമോ? അല്ല, 10ൽ ചൊവ്വ നിൽക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ് വന്നു ചേരുക എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഭാഗ്യാധിപനായ ചൊവ്വയാണ്. സ്വാഭാവികമായിട്ടും എവിടെയും എത്തിച്ചേരാം. പിന്നെ അശ്വതിയിൽ അച്ചി പറക്കണമെന്നാണ് പെണ്ണിന് ഏറ്റവും നല്ലതായിട്ട് പറയുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം നടക്കുന്നത്, ഹലോ, അല്ല ഇപ്പം നടക്കുന്ന ചൊവ്വാദശയിൽ തന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ പോകാം. പുറത്തു പോയാൽ കുറച്ചുകൂടെ ഫൈനാൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, സ്വാഭാവികമായിട്ടും. നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ഒന്നുകൂടി പറയൂ. 28/7/1986. അത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ, ചൊവ്വാദശയിൽ ഇപ്പം നടക്കുന്ന ശനിയുടെ അപഹാരമാണ്. ആ ശനിയുടെ അപഹാരം നടക്കുന്ന ഇപ്പം അടുത്ത മാസം 26ാം തീയതി വരെയുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് ഉണ്ടാവും അവർക്ക്. കല്യാണത്തിനൊന്നും സമ്മതിച്ചിട്ടില്ല. അത് ഇല്ല, സാധ്യത വളരെ കുറവാണ്. ഒരു ചാൻസ് കിട്ടിയില്ലായിരുന്നു ഇപ്പൊ അമേരിക്കയിൽ പോയി പേപ്പർ പ്രസന്റ് ചെയ്യാൻ. പക്ഷെ അതിന് വിസ ഡിലേ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. രണ്ട് പ്രാവശ്യം അങ്ങനെ ചാൻസ് വന്നു. അത് ശനി നോക്കൂ, കഴിഞ്ഞ 11-12 മാസമായിട്ട് നടക്കുന്ന ശനി ഈ കുട്ടിക്ക് ഏറ്റവും മോശമാണ്. ആ ശനി എല്ലാ ഭാഗ്യങ്ങളും നശിപ്പിക്കുന്ന ശനിയാണ്. വൃശ്ചികത്തിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത് പിതാവിനും ദോഷമാണെന്ന് പറയുന്നു.
ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ ശനിയുടെ അപഹാരം ഇപ്പം നടക്കുന്നത് കൊണ്ടാണ് എല്ലാ രൂപത്തിലും ഭാഗ്യത്തിന് ഹാനി വന്നത്. അതാണ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ വരുന്നു, എല്ലാം എവിടെയോ തട്ടിപ്പോകുന്നു. ചുണ്ടത്ത് വരുന്നു, അണ്ണാക്കിൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഫലമാണ് നിങ്ങളുടെ മകൾക്ക് ഉണ്ടായത്. അതിന് ഇനി മാറ്റം വരും. അടുത്ത മാസം 26-ാം തീയതി മുതൽ കഥ മാറും. എന്റെ വാക്കുകൾ ഓർത്ത് വെച്ചോളൂ. അടുത്ത മാസം 26. ഇതിന് വേറെ വല്ല ഒരു പ്രാവശ്യം കൂടെ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ ഇപ്രാവശ്യം ഇനി അത് ശരിയാവോ ഇല്ലയോന്ന് അറിയില്ല. അത് ശരിയാക്കാം. അഥവാ അങ്ങനെ ഒന്നുകൂടി ശരിയാക്കണമെങ്കിൽ ഒരു പുഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. പരിഹാരത്തിന്റെ കിങ് അല്ലേ ഞാൻ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടേ വരാം. ഓക്കെ 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 എങ്കിലേ നിങ്ങൾ എന്നെ ബന്ധപ്പെടും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് വീരവാദം പറഞ്ഞു പോകുന്നതല്ല, ദേവിയുടെ ബലത്തിലാണ് പറയുന്നത്. പരിഹാരത്തിൻ്റെ കിങ് എന്നൊക്കെ പറയണമെങ്കിൽ ചെറിയ തൊലിക്കട്ടി പോരാ, നല്ല തൊലിക്കട്ടി വേണം. അത് ചെറുപ്പത്തിലേ ഉണ്ട്, അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. അപ്പോൾ ഏതായാലും ഈ ഞാൻ പറയുന്നത് പിന്നെ പരിഹാരങ്ങൾ ചില സമയത്ത് പലഹാരം പോലെ വളരെ ഗുണകരമായി ഭവിക്കും. അത് പലർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഈ ചെയ്യുന്ന വ്യക്തിക്കും ദേവിയുടെ കൃപാകടാക്ഷം വേണം. ഇതിപ്പോൾ എല്ലാവരും അമ്മയുടെ ഭക്തന്മാർ തന്നെ. പക്ഷേ കഴിഞ്ഞ ആഴ്ച ദേവിയുടെ പിറന്നാളായിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച. ഞാൻ അവിടെ എത്തി, അമ്മക്ക് സാരി സമർപ്പിച്ചു. ഇങ്ങനെയുള്ളൊരു മകന് അമ്മ ചേർന്ന് നിൽക്കും. അതാണ് അതിൻ്റെ കാര്യം. അമ്മക്ക് ഭക്തന്മാർ എത്രയോ ഉണ്ട്, 10,000-കണക്കിന്. പക്ഷെ ഇത്തരം ചടങ്ങുകളിൽ പോകുന്നവർ വളരെ കുറവാണ്. അന്നവിടെ എനിക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു 19 പേരെ ഞാൻ കണ്ടു. അവർക്കൊക്കെ ഇതിൻ്റെ ഗൗരവം അറിയാം, ജന്മാഷ്ടമി എന്താണെന്നും അമ്മ അന്ന് എത്രമാത്രം പ്രസന്നയായിരിക്കുമെന്നും. മൂർത്തി ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം വരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് അറിയുന്നവർ അന്നത്തെ ദിവസം അവിടെ എത്തും. പിന്നെ അത്രമാത്രം ഉള്ളിൽ വേണം. രാവിലെ തന്നെ സാരി സമർപ്പിച്ചു, പിന്നെ തേന് സമർപ്പിച്ചു, അങ്ങനെ അത് അമ്മക്ക് അറിയുന്നത് കൊണ്ട് അമ്മയുടെ ഇഷ്ടപ്പെട്ട മാല ഒക്കെ കൊടുക്കുന്ന ഭക്തന് എന്നാലും ചോദിക്കും, ഇതൊക്കെ കൊടുത്തില്ലേ എങ്കില്ല എന്താണെന്ന്. അതൊന്നും ആ ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ദേവിക്ക് എന്താണ് സന്തോഷകരമാകുക എന്നുള്ള കുറേ 35 കൊല്ലം കൊണ്ട് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് മറ്റുള്ളവരാരും ഈ കാര്യത്തിൽ വഴികാട്ടികളില്ല. എനിക്ക് ജ്യോതിഷത്തിലും മറ്റൊക്കെ ഉണ്ടെങ്കിലും ദേവിയെ എങ്ങനെ സോപ്പിട്ട് നിൽക്കണമെന്നുള്ള കാര്യത്തിലൊന്നും വേറെ എനിക്ക് റോൾ മോഡലൊന്നുമില്ല. ഞാൻ തന്നെ എൻ്റേതായ രൂപത്തിലൊന്നിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് ക്ലിക്കായി. അതുകൊണ്ട് ഞാൻ എന്ത് കർമ്മം ചെയ്താലും ബലിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വീരവാദമൊക്കെ അടിക്കാൻ പറ്റുന്നത് പബ്ലിക്കായിട്ട്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളെന്ന് പറഞ്ഞതല്ലേ ഞാൻ കിങ്ങാണ്, എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയൂ? അതങ്ങനെ ചോദിക്കാൻ അവർ വരില്ല, അങ്ങനെ ചോദിക്കാൻ അവർക്ക് ഇടവരില്ല. അതാണ് എൻ്റെ സത്യം, എൻ്റെ ധൈര്യം. അത് മൂകാംബിക അമ്മ എന്ന ധൈര്യമാണ്. ആരും ഒരു സംശയവും വിചാരിക്കണ്ട. ഒരു കോൾ ഉണ്ട്. ഹലോ, 2007 എവിടുന്നാണ് വിളിക്കുന്നത്? ഓഗസ്റ്റ് 11. എവിടുന്ന്? കണ്ണൂർ എവിടെ? കണ്ണൂര് കണ്ണാടിപ്പറമ്പ്. അതെവിടെ കിടക്കുന്നു? കണ്ണാടിപ്പറമ്പ്. ശരി, ഓക്കെ. ശാസ്താവിൻ്റെ ഭൂമിയാണ്. പറയൂ, ഡേറ്റ് പറയൂ. 2007 ഓക്കെ. ഓഗസ്റ്റ് 11 ഉച്ചക്ക് 2:45. ഉച്ചക്ക് 2:45. ആരുടേതാണ്? അത് അനിയത്തിന്റെ കുട്ടീൻ്റെ മോളതാണ്. അനിയത്തിയുടെ കുട്ടിയുടെ. ഇപ്പം ഏത് ആണാണോ പെണ്ണാണോ? പെണ്ണ്. ശരി. അല്ല, ഇതിപ്പോൾ പിന്നെ +2 കഴിഞ്ഞില്ലേ കുട്ടിയുടെ?
ടു കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓക്കെ ഓക്കെ. ആ ശരി. 18 വയസ്സും 10 മാസവും ആയല്ലോ. ഓക്കെ ഓക്കെ. എന്താണ് പഠിക്കുന്നൊക്കെ ഇല്ലേ? പഠിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ നിലവാരം ഒന്നും അറിയണം. എന്റെ പിള്ളേരല്ലേ. അല്ല ഇപ്പോൾ ശനിദശയാണ് നടക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ശനിദശയിൽ ചൊവ്വയുടെ അപഹാരം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഡിസംബർ വരെയുണ്ട്. അതായത് ഈ 11-ാം മാസം കഴിഞ്ഞ 11-ാം മാസത്തിന് ശേഷം സമയം പറ്റെ പിഴച്ച് കിടക്കുകയാണ്. അഷ്ടമാധിപൻ്റെ ദശയിൽ 6-ാം ഭാവാധിപൻ്റെ അപഹാരം അത് വളരെയേറെ അതുപോലെ കുട്ടിക്ക് ഹെൽത്ത് സംബന്ധമായിട്ടും ചില പ്രശ്നങ്ങൾ വന്നേക്കാം. രക്തദൂഷ്യം, അതേപോലെ മെൻസസ്സൊക്കെ തെറ്റി വരിക, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഈ സമയത്തുണ്ടാവും. പിന്നെ ഒരുതരം മൂഡ് ഓഫ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുതരം എന്താ പറയുക, ആ ഒരു പ്രകൃതമെല്ലാം ഒന്ന് മാറി കളിക്കുന്ന സമയമാണിത്. ആ സമയം നമുക്ക് ഈ ഡിസംബർ വരെയാണ് ഏറ്റവും മോശപ്പെട്ട സമയം. അതിനുശേഷം ബുദ്ധിക്ക് മാറ്റം വരും. ഇപ്പം കണ്ണ് കെട്ടിയ പോലത്തെ ഉത്തരവാദിത്വ ബോധമൊന്നുമില്ലാതെ കളിച്ചു കളി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇതിന് ശേഷം ലേശം പരിവർത്തനങ്ങൾ ഉണ്ടാവും. പിന്നെ ഇത് ഏതാണ്ട് ടീനേജിൻ്റെ ഒരു മൂർധന്യവും കൂടിയാണല്ലോ. ഒന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു ഇല്ലാത്തൊരു ധൈര്യം. കാരണം 9-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു, വ്യാഴം മറഞ്ഞു നിൽക്കുന്നു. ജാതകം കാണുമ്പോൾ എനിക്ക് ഭയമുണ്ട്. അങ്ങനെയുള്ള ഒരു ഉറപ്പൊന്നും തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്കെൻ്റെ വിശ്വാസ്യത നിലനിർത്തിയേ പറ്റൂ. നിങ്ങൾക്ക് രസകരമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാനൊന്നും ഞാനില്ല. ഒക്കെ ഒരു വല്ലാത്തൊരു ജാതകമാണ്. 2 തരത്തിലും തിരിച്ചും മറിച്ചും വരാം. നല്ല നിലയിലും പോകാം. പെട്ടെന്ന് തന്നെ എന്തൊക്കെ ഈ ശനിയല്ലേ, പുണർദം നക്ഷത്രമാണ്. പിന്നെ ആരും പറഞ്ഞാലും കുറച്ച് കേൾക്കുന്ന നിങ്ങൾ പറഞ്ഞിരിക്കുന്ന 2:45 AM അല്ലേ? അത് AM അല്ലല്ലോ, അത് PM അല്ലേ? അപ്പോൾ അയ്യോ അപ്പോൾ മാറ്റം വന്നു. അയ്യോ ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ ആയല്ലോ. ഞാൻ AM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ AM എന്ന് പറഞ്ഞ എന്നാ എന്തോ പറ്റി. അയ്യോ. അപ്പോൾ ഇനി അത് ഇത്രയും നേരം പറഞ്ഞാൽ മാറ്റി വെക്കൂ. ഇനിയിപ്പം നമുക്ക് പുതിയതായിട്ട് പറയുമ്പോൾ ഇപ്പം ബുധദശ തുടങ്ങി. പക്ഷെ അതേസമയം പിന്നെ മറ്റൊരു ഫലം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പിന്നെ ചതുർദശി, കൃഷ്ണപക്ഷ ചതുർദശിക്കാണ് ജനിച്ചിരിക്കുന്നത്. അതായത് കർത്തവാവിനോടനുബന്ധിച്ചിട്ടാണ്. പക്ഷെ ഉച്ചയായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഉച്ച സമയത്ത് ചന്ദ്രൻ്റെ ദോഷങ്ങൾ അങ്ങനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വ്യാഴത്തിൻ്റെ മറവ് അതില്ല. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകമാണ്. എന്തായാലും ഭാവി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെ അതൊന്നും മറികടന്ന് വരും. ജാതകം നേരത്തെ കണ്ട ജാതകമൊന്നുമല്ല. നേരത്തെ കണ്ടപ്പോൾ എനിക്ക് ജാതകം കണ്ട് സങ്കടം വന്നിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അത് രാവിലെയും ഉച്ചക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് എൻ്റെ സത്യം. ഞാനിപ്പോൾ അതെ, കർത്ത ചതുർദശിയാണ്. വാവ് എത്തിയിട്ടില്ല. വാവൊന്ന് തുടങ്ങാനായിട്ടില്ല. ചതുർദശി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് അന്ന് കലണ്ടറിൽ നോക്കുമ്പോൾ അന്ന് തന്നെയായിരിക്കും കർക്കിടക വാവ്. അത് വേറെ കാര്യം. പക്ഷേ അത് രാത്രിയാണ് തുടങ്ങുക. വാവിന് കർത്തവാവ് ശ്രദ്ധിക്കുക, രാത്രി തട്ടുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഇത് പകല് ചതുർദശിക്കാണ് ജനിച്ചത്. അല്ല, ചതുർദശിക്കാണെങ്കിലും ഒരു പ്രത്യേക പരിക്കൻ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൂഡ് പെട്ടെന്ന് മാറുമെന്ന് പറയുന്നുണ്ട്. പകലാണെങ്കിൽ പോലും അതൊക്കെ ഫലങ്ങളാണ്. പിന്നെ
ആ പഠനമുള്ള ഇപ്പം ബുധൻ്റെ ദശയല്ലേ, എന്തായാലും പഠനം വലിയ രൂപത്തിൽ കുഴപ്പമുണ്ടാവില്ല. ചെറിയ ചില ഇത് ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആവും. 27 4 മാസത്തിന് ശേഷം കൂടുതൽ ഗുണത്തിലേക്ക് വരും. സ്വാപഹാരം 27 4 മാസം വരെയാണ്. അതായത് ഇനി 8 മാസം കൂടി 10 മാസം കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഗുണമായിട്ട് വരും. നിങ്ങൾ അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞതോ അതുപോലെയല്ല ഫലം. നേരത്തെ പറഞ്ഞത് ആ രാവിലെ ജനിച്ച കുട്ടിയുടെയാണ്, അത് വ്യത്യാസമാണ്. ഇത് ഉച്ചയ്ക്ക് ജനിച്ച കുട്ടിയാണ്. പിന്നെ ഈ ചന്ദ്രന് ബലമില്ലാതെ പൂയം നക്ഷത്രം അറിയാലോ, അതിൻ്റെ കുഴപ്പമുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡിൻ്റെ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മൂഡ് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഏതായാലും കുട്ടിയുടെ ഭാവി ശോഭനമാണ്, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ വ്യാഴത്തിൻ്റെ പറയാനുള്ള അടുത്ത ആഴ്ച തീർക്കാം. ഇന്ന് വിളിയോട് വിളിയായിപ്പോയി. ധനു മുതൽ 4 രാശിക്കാരെ അടുത്ത ആഴ്ച പറഞ്ഞ് തീർക്കുക ഉറപ്പായിട്ടും. അപ്പോഴേക്കും 1 മാസമായി. ഏതായാലും പിന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാരം ചെയ്യേണ്ടവർക്കും എന്നെ നേരിട്ട് ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഓൺലൈനിൽ ഫലമറിയേണ്ടവർക്ക് പൈസ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് ഡേറ്റും ടൈമും അയച്ച് അങ്ങനെയും അറിയാം. താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.